സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് തയ്യാറാക്കിയ ദേശീയ ദുരന്തങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവയാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. ദുരന്ത നിവാരണത്തിനുള്ള ഓറഞ്ച് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അംഗീകൃത ദേശീയ ദുരന്തങ്ങളായി ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും കണക്കാക്കുന്നത്. എന്നാൽ ദുരന്തങ്ങളെ ദേശീയമെന്നോ പ്രാദേശികമെന്നോ വേർതിരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വയനാട്ടിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ദുരന്തങ്ങളെ ദേശീയമെന്നോ പ്രാദേശികമെന്നോ വേർതിരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് തയ്യാറാക്കിയ പട്ടികയിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വരൾച്ച, ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയവയെല്ലാം അംഗീകൃത ദേശീയ ദുരന്തങ്ങളുടെ പട്ടികയിലാണെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. തീരശോഷണം, ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, ഉഷ്ണതരംഗം, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവ സംസ്ഥാന സവിശേഷ ദുരന്തങ്ങളുടെ പട്ടികയിലും ഉൾപ്പെടുന്നു. ദുരന്ത നിവാരണത്തിനുള്ള ഓറഞ്ച് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദുരന്ത നിവാരണ വകുപ്പ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 100 കണക്കിന് പേർ മരിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പട്ടിക പ്രകാരം ദേശീയ ദുരന്തമായി കണക്കാക്കാവുന്നതാണെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു. ആ നിർവചനത്തിൽ കൃത്യമായിട്ടും ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും സുനാമി ഉൾപ്പെടെയുള്ള വിവിധ 10ഓളം ദുരന്തങ്ങൾ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിർവചനത്തിൽപ്പെട്ട ദുരന്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരും ധനസഹായം ലഭിക്കുകയൊക്കെ ചെയ്യും. അത് ഇല്ലാതാക്കാനുള്ളൊരു ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2018 മഹാപ്രളയത്തെയും ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നില്ല. കൈരളി ന്യൂസ്, കൊച്ചി.